അപ്പൊ ജയപ്രകാശ് പറയുണ്ടായി, അതായത് സുഹൃത്തിന്റെ ഭാര്യ അന്ന് കൂട്ടുപോയി എന്ന് പറയുണ്ടായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അന്ന് പോയ സമയത്ത് എത്ര തവണ പോയി ഹോസ്പിറ്റലിൽ? ഹോസ്പിറ്റലിൽ അന്ന് കൂടെ കിടന്ന ഈ പെൺകുട്ടിയായിരുന്നു. എവിടെ വേണമെങ്കിലും ഞങ്ങള് വന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ അവിടെ കയറി. സുഹൃത്തിന്റെ ഭാര്യയാണ്. സുഹൃത്തിന്റെ ഭാര്യ. അവര് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പോഴും ഭാര്യ നല്ല രീതിയിൽ സംശയത്തിന്റെ രീതി തന്നെ പറയുന്നു. വീട്ടിൽ വരാൻ വന്നിട്ട് അത് ചാറ്റായിരുന്നു, അത് 2 വർഷം കഴിഞ്ഞു എന്ന് പറയുന്നു. പിന്നെ പമ്പിൽ കണ്ടെന്ന് പറയുന്നു, വീട്ടിൽ വന്നെന്ന് പറയുന്നു. ആ വീട്ടിൽ വന്ന എന്റെ മോനാണ് പറഞ്ഞതല്ല. നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ ഫോൺ അടിച്ചിട്ടുണ്ടായിരുന്നു, പോയി മറിഞ്ഞു വീണു. അപ്പൊ അതിനെ ഒരു ശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് സംശയരോഗമെന്ന് ഞാൻ പറഞ്ഞു, എങ്ങനെ അതിനെല്ലാം നിങ്ങൾക്ക് സാധൂകരിക്കാൻ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ ഒരു വിഷയം 2022 ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് എന്റെ വൈഫിന്റെ ഫോണിൽ ഒരു ഗാലറി വാൾട്ട് കണ്ടു. ഗാലറി വാൾട്ട് കണ്ടിട്ട് ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഇവൾ ഓപ്പൺ ചെയ്യാൻ മടിച്ചു. ഞാൻ പറഞ്ഞു ഓപ്പൺ ചെയ്യടി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഓപ്പൺ ചെയ്യാൻ മടിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു അനുമോളെ, ഞാൻ നിന്റെ അമ്മയടുത്ത് വിളിച്ച് പറയും, അല്ല നിന്റെ ചേച്ചി അടുത്ത് പറയും. അന്നേരം ഇവള് പിന്നെ എന്റെ കാല് പിടിച്ച് പറഞ്ഞ പ്രയാസത്തെ പറയരുതെന്ന്. അപ്പൊ എനിക്ക് സംശയങ്ങൾ കൂടി. ഞാൻ അവൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു. അപ്പം എനിക്ക് വീഡിയോയുടെ ഇത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു ഹാഫ് നിക്കർ ഇട്ടിട്ട് കുളിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പിന്നെ ഈ പോസ്റ്റ് ഇട്ട് ഞാൻ പോസ്റ്റ് ഇട്ടില്ലയോ? അല്ല, അന്വേഷണങ്ങൾ നടത്തി. ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറാന്ന് ഞാൻ അറിഞ്ഞു. അതിന് എന്റെ ഈ ഫോട്ടോയും ഉണ്ട്. എന്നിട്ടാണ് നിങ്ങൾ പബ്ലിക് ആയിട്ട് അയാളുടെ ഫോട്ടോ എടുത്ത് ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ആരാണെന്ന് ചോദിക്കാൻ ഇതിനെ അറിയുമെന്ന് ചോദിച്ച് ഞാൻ പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പൊ ഇതിന്റെ പേരിൽ നിരന്തരം നിങ്ങൾ അനുവിനെ എന്തെങ്കിലും ചോദ്യങ്ങൾ? ഇല്ലില്ല, അത് ചോദിച്ചില്ല. ഞാൻ അന്ന് വാണിംഗ് കൊടുത്തിട്ട് പറഞ്ഞ മോളെ ഇനി ഇത് ആവർത്തിക്കരുത്, ഒരു ഗൾഫുകാരനാണ് ഞാൻ, കാരണം നിന്നെ വിശ്വസിച്ചിട്ടിട്ട് ഞാൻ. നിങ്ങൾക്ക് ഭാര്യ അവിടെ അവിശ്വാസം ഉണ്ടായി? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. പിന്നെ ഫോൺ എന്തെങ്കിലും ചെക്ക് ചെയ്യുന്നു? ഇല്ലില്ല, ഞാൻ ഫോൺ ചെക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഒരു അവസ്ഥ കാണാൻ. അല്ല, ആ ഫോട്ടോ ഒരാൾ ഇങ്ങോട്ട് അയച്ചു കൊടുത്ത് നിങ്ങളുടെ ഭാര്യ അതിൽ ഇടപെടണമെന്നില്ലല്ലോ. അയാളുടെ ഫോട്ടോ അല്ലേ കണ്ടല്ലോ, ഭാര്യ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തല്ലോ. അല്ലല്ല, ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഭാര്യനെ അവിശ്വസിച്ചില്ല. ഞാൻ അപ്പോഴും അവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോളെ ഇത് ആരുടെ ഫോട്ടോ. തിരിച്ച് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു യുവതിയെ പറ്റിയിട്ടാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതിലൊന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ മാത്രമേ എന്ത് തെളിവ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂ? അവൾ ഇന്നിക്കട്ടെ, എനിക്ക് അതേ തെളിവ് പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നോ എന്റെ മോളെ. അപ്പൊ അതിനുശേഷം എന്താണ് അനു നിങ്ങളുടെ ഭാര്യ പറഞ്ഞത്? നീ എന്ത് സംഭവമാണ്, ആ ഫോട്ടോ എങ്ങനെ അതിൽ വന്നു? അവര് പറയുന്നത് പിന്നെ എനിക്ക് അദ്ദേഹം അയച്ചു തന്നെയാണെന്ന് പറയുന്നത്. അതിന് ഡിലീറ്റ് ചെയ്തതിന്റെ ഇതുണ്ട്. മറ്റേ അവര് കൊണ്ടുപോയ ഫോണിനകത്ത് വാട്സാപ്പിൽ അയച്ചു കൊടുത്ത് ഡിലീറ്റ് ചെയ്തതിന്റെ ആരോപണങ്ങൾ മാത്രമാണ്. തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു കാര്യമില്ല. എങ്ങനെ ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? നിങ്ങൾക്ക് പറയാം, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അല്ലല്ല, ഇതിനകത്ത് ആ അദ്ദേഹത്തിന്റെ വാട്സാപ്പിൽ നിന്നാണ് അയച്ചേക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ നോക്കി, അദ്ദേഹത്തിന്റെ നമ്പർ അതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ആ പേരിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അത് ഞാൻ എടുക്കണ്ട. ആ പേരിൽ സേവ് ചെയ്തിട്ടുണ്ട്. അവര് അത് ചാറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോ കോളും ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പിന്നെ മോനാണത് എടുത്ത് കളഞ്ഞത്. അതിനകത്ത് മൊത്തം മോൻ എടുത്ത് കളഞ്ഞു. മോനെ സംഭവം നടന്നിട്ട് ആക്സിഡന്റ് നടക്കുന്ന എത്ര നാൾ മുമ്പായത്? അത് 2 വർഷം മുമ്പാണ്. അതിനുശേഷം പിന്നീട് അങ്ങനത്തെ ബന്ധങ്ങളോ കാര്യങ്ങളോ സംസാരം പോലും ഉണ്ടായില്ല. അങ്ങനത്തെ ചാറ്റുകളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇല്ല, ഞങ്ങൾ അത് അന്നേരം എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇദ്ദേഹം ആ സമയത്ത് പോസ്റ്റ് ആണോ? അല്ലല്ല, ആക്സിഡന്റിന് ശേഷം. അപ്പൊ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇനി അദ്ദേഹം ആണോ. 2 വർഷം മുമ്പ് നടന്ന് നിങ്ങൾ എല്ലാം വിട്ട കാര്യം ഈ ആക്സിഡന്റ് കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഓർമ്മ വന്നു? അല്ലല്ല, അതിന് ഇടയ്ക്ക് വെച്ച് വേറെ ഫോട്ടോസ് കിട്ടി എനിക്ക്. എന്ത് ഫോട്ടോസ്? അദ്ദേഹം ഈ വർഷത്തെ 2024 2023 അത്തപ്പൂക്കൾ വിട്ടിരിക്കുന്ന ഫോട്ടോ അവിടെ ഫോണിൽ കിടക്കണം. അപ്പൊ എനിക്ക് സംശയങ്ങൾ. വീണ്ടും ഭാര്യ അയാളുമായിട്ട് ചാറ്റ് ചെയ്ത് പിന്നെയും ഫോട്ടോ മേടിച്ച് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും നിങ്ങൾക്ക് അല്ലല്ല, ഞാൻ എന്റെ തെളിവുകൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത് കണക്ക് കൂട്ടി കരുതി കൂട്ടി പോയി ഈ വണ്ടി മറിച്ചിട്ടല്ല അല്ലാതെ നിങ്ങൾ പറയാൻ പറ്റും? ഇല്ലില്ല. കാര്യം ഈ സംശയം നിങ്ങൾക്ക് 2 വർഷം മുമ്പ് നിലനിൽക്കുന്നുണ്ട്. ഇല്ലില്ല, 2 വർഷം മുമ്പ് നിങ്ങൾക്ക് ഈ സംശയം നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ പറഞ്ഞു എല്ലാം വിട്ട് പ്രശ്നമില്ല. അതിനുശേഷം നിങ്ങൾ പറയുന്നുണ്ട് ആക്സിഡന്റിന് ശേഷവും നിങ്ങൾ അയാളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇയാളാണ് ആക്സിഡന്റ് കാരണക്കാരൻ വരെ പറയാൻ നിങ്ങൾ. ഞാൻ പറയുന്നത് കേട്ടിട്ട് ഈ ഫോട്ടോ 2023 വന്നിട്ട് ഞാൻ ഈ ഫോട്ടോ കിടക്കുന്ന കണ്ടു. അപ്പൊ വീണ്ടും കിടക്കുന്ന കണ്ടപ്പോ എനിക്കൊരു സംശയം, ഇത് ഇപ്പോഴും ഈ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഓണത്തിന്റെ ഇതാണ്, അത്തപ്പൂക്കളുടെ ഇതാണെന്നല്ല കണ്ടത്. അപ്പോഴും എനിക്കൊരു മാനസികമായിട്ട് സംശയം ഉണ്ടായിരുന്നു, ഇനി ഇവര് വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് 100% ഉറപ്പിച്ച് ഇവര് തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള സൗഹൃദ ബന്ധം നിലനിന്നിരുന്നു 100% ഉറപ്പിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇവിടുത്തെ പെട്രോൾ പമ്പിൽ കാണുന്നതായിട്ട് എന്റെ മോൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെ? ഈ ഇദ്ദേഹത്തിന്. അപ്പൊ നിങ്ങൾ ഒരു ജസ്റ്റ് ചാറ്റിൽ നിന്നും തുടങ്ങി അത് അവിടെ തീർന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇദ്ദേഹത്തെ പെട്രോൾ പമ്പ് ഇതെല്ലാം നിങ്ങളുടെ ഊഹാപോഹങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിപ്പോ എന്റെ മോനെ വിളിക്കാം. കുഞ്ഞല്ലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നല്ലേ അതിന് പറയാൻ? അല്ലല്ല, അയ്യോ, ഞാൻ ഒരിക്കലും പറഞ്ഞു വളർത്തുന്ന കുഞ്ഞല്ലേ? അല്ലല്ല, ഇവിടെ വന്നു ഒരു പ്രാവശ്യം അദ്ദേഹം കാറുമായിട്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഇവിടെ വന്നു എന്നാ എന്റെ മോൻ പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്? അങ്ങനെ ഒരിക്കലും ഞാൻ മനഃപൂർവ്വം ആ കൊച്ചിനെ കൊണ്ടിരുത്തല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല
തള്ളിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ കൈ ഒടിഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ആരോപണം വരാമല്ലോ അങ്ങനെ പല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആരോപണങ്ങൾ ജനങ്ങൾ വരുന്ന ആരോപണങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത്, എന്റെ ചോദ്യങ്ങൾ കാരണം നമ്മൾ കേസിൽ പരിചയമുള്ള ആളുകളല്ല, ആരോപണങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പോഴും ഭാര്യ നല്ല രീതിയിൽ സംശയത്തിന്റെ രീതി തന്നെ പറയുന്നത്, വീട്ടിൽ വരാൻ വന്നിട്ട് അത് ചാറ്റായിരുന്നു, അത് 2 വർഷം കഴിഞ്ഞു എന്ന് പറയുന്നു, പിന്നെ പമ്പിൽ കണ്ടെന്ന് പറയുന്നു, വീട്ടിൽ വന്നെന്ന് പറയുന്നു. വീട്ടിൽ എന്റെ മോനാണ് പറഞ്ഞതല്ല, എന്റെ മോനാണ്. ഞാൻ പറയട്ടെ, ആ ഒരു സംശയത്തിന്റെ പേരിലാണ് നിങ്ങൾ CCTV വെച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ? അല്ലല്ല, ഒരിക്കലും അല്ല. അതിനല്ല CCTV വെച്ചത്. CCTV വെച്ചത് എന്റെ വീട്ടിൽ നിരന്തരം വഴക്കുകളാണ്. ഞാൻ ഇപ്പം ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നാലും പിന്നെ എവിടെങ്കിലും പോയിട്ട് വന്നാലും ഇവരെ കുറെ ബന്ധുക്കള് ഇതിനകത്ത് വന്നിട്ട് പല പല പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. എന്റെ അമ്മയായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളാ ഇവര് വന്നു കഴിഞ്ഞാൽ കുത്തിയുള്ള വർത്താനം എന്റെ അമ്മയെ കുറിച്ച്. അങ്ങനെയുള്ള ഡെയിലി വഴക്കുകളായിട്ട് ഞാൻ അന്നേരം ഇവിടെ നിന്ന് ചോദിച്ചു, മോനെ വിളിച്ചിരുത്തും, അടുത്തിരുത്തിട്ട് ചോദിക്കും, മോനെ ആരാണ് ഇവിടെ വന്നത്? അന്നേരം പറഞ്ഞു, ഇല്ല അങ്കിളാണ്, ഇല്ല ആന്റിയാണ് എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു, ഓരോന്ന് കൊച്ചിന്റെ അടുത്ത് മനസ്സിലാകും. ഇവിടെ നിരന്തരം വഴക്കുകളായിട്ട് ഞാൻ അന്നേരം ഒരു കരുനാഗപ്പള്ളിക്കാരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു CCTV വീട്ടിൽ വെച്ചേരണം കാര്യങ്ങൾ. അങ്ങനെയാണ് ഞാൻ CCTV. അപ്പൊ ഞാൻ പറയട്ടെ, ഭാര്യ ഇങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, തുറന്ന് സമ്മതിച്ചൂടെ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഭാര്യ എടുത്ത് അറിയാതെ ഞാൻ ഇടയ്ക്ക് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഓപ്പൺ ആയിട്ട് സംശയത്തിന്റെ പേരിലല്ലേ ചേട്ടാ? നമ്മളിപ്പം നമുക്ക് എല്ലാവർക്കും കല്യാണം കഴിക്കുന്നവർക്ക് ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. നമ്മുടെ സംശയത്തിന്റെ നേരിലുള്ളിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന എല്ലാം സംശയം ചേട്ടാ. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ഞാൻ അങ്ങനെ സംശയിച്ചിട്ടില്ല. ഞാൻ കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ ഒരു അവസരത്തിൽ അതിനെപ്പറ്റിയിട്ട് ഈ രീതിയിലേക്ക് ആരോപണം പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് എന്ത് തെളിവ് മുന്നോട്ട് വെക്കാൻ പറ്റും? ഈ വന്ന ആളെ പറ്റിയിട്ട് ഇപ്പൊ ആള് നാളെ പ്രതികരണമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു തെളിവില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ എല്ലാം തെറ്റാവും. അല്ല, എന്റെ വൈഫ് നിങ്ങളുടെ തോന്നലാണെങ്കിലോ? അല്ലല്ല, ഞാൻ എന്തെങ്കിലും ഈ പറയുന്ന ചാറ്റുകളിൽ എന്തെങ്കിലും എടുത്ത് കാണിക്കാൻ പറ്റും? എല്ലാം അതിനകത്ത് ഡിലീറ്റ് ആണ്, ക്ലിയർ ചാറ്റ് ആണ് ഫുള്ള്. ക്ലിയർ ചാറ്റ് അടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഫോട്ടോസ് അതിനകത്ത് കിടക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു വിഷയം നടന്നു, ഈ മകൾക്ക് ഈ പറയുന്നത് പോലെ ഈ പലതവണ ഈ പറയുന്ന ചാറ്റ് വരുന്നു, പെട്രോൾ പമ്പിൽ കാണുന്നു, വീട്ടിൽ വരുന്നു, ഈ വിഷയം ഈ മകളുടെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ പറയുന്ന അമ്മയോട് ധരിപ്പിച്ചോ, അല്ലെങ്കിൽ ഈ പറയുന്ന മകളുടെ സഹോദരിയോട് ധരിപ്പിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന്റെ സഹോദരി ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ വൈഫിന്റെ കാലെ പിടിച്ച് കരഞ്ഞു. ഉള്ളത് തന്നെയാണ്. ചാറ്റ് കണ്ടപ്പോഴും പെട്രോൾ പമ്പിൽ കണ്ടപ്പോഴും വീട്ടിൽ വന്നപ്പോഴും എല്ലാം കാലെ പിടിച്ച് കരഞ്ഞു. അങ്ങനല്ല, ഞാൻ പറഞ്ഞല്ലോ, വർഷത്തിൽ 1 മാസം വരുന്നവനാണ് ഞാൻ. അപ്പൊ കാലെ പിടിച്ച് കരഞ്ഞിട്ട് എന്താ പറഞ്ഞു? എന്റെ അടുത്ത് പറഞ്ഞ, പ്രകാശേട്ട ആരുടെ അടുത്തും പറയില്ല എന്നാണ് പറഞ്ഞത്. അയാളെ പറ്റി അന്വേഷിക്കാൻ ഏതെങ്കിലും ശ്രമിച്ചോ? അയാളുടെ സ്ഥലത്ത് എന്നിട്ട് അയാൾ ആരാണ്, എന്താണ്? ഇല്ല, പരിചയം. ഞാൻ എനിക്ക് എന്റേതായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ വൈഫിനെ. ഞാൻ അത് ആലോചിച്ചൊരു വാണിംഗ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി ആവർത്തിക്കരുത് എന്നിട്ട് അവിടെ ക്ലോസ് ചെയ്ത്. എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഇയാളുടെ ഫോട്ടോയും കാണിച്ചു. അല്ല, എനിക്ക് ഈ ആക്സിഡന്റ് വന്നപ്പോ എനിക്കൊരു സംശയങ്ങൾ തോന്നി. ഇനി ഇദ്ദേഹം എന്നെ കൊല്ലത്താൻ ശ്രമിച്ചതാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആ പോസ്റ്റ് ഇടാനുള്ള കാരണം. അല്ലാതെ എന്റെ പെണ്ണിനെ ഇതായിട്ടല്ല. എനിക്ക് അന്നത്തെ ആ ഒരു ഇതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി എന്നെ ആക്സിഡന്റ് പെടുത്തിയതാണോ എന്നുള്ളത് എന്റെ മനസ്സിൽ എനിക്കൊരു ചിന്ത വന്നു. അതാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ എന്തായാലും തുറന്നു പറഞ്ഞു, വളരെ നന്ദി. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഭാര്യയുടെ അത്ര സ്നേഹമുള്ളതാണെങ്കിൽ ഇവർ എന്ത് എതിർപ്പ് പറഞ്ഞാലും നിങ്ങൾ അവിടെ ചെന്ന് അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് കൊടുത്ത് ആഹാരങ്ങൾ കൊടുത്ത് അവർ കൂടെ നിൽക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. കൊടുക്കും. ഞാൻ കൊടുക്കാത്തൊരു ഭർത്താവല്ല. ഞാൻ ഇപ്പോഴും ഞാൻ പറയാണ്, എന്റെ കൊച്ചിനെ, പക്ഷെ ഞാൻ പോവുകയാണെങ്കിൽ പോലീസുകാരായിട്ട് പോകത്തുള്ളൂ. ഞാൻ എന്റെ കൊച്ചിനെ അവിടെ കൊണ്ടുപോയാലും ഞാൻ അവർക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ കൊടുക്കുകയും ചെയ്യും. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവർ എന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഈ സ്റ്റേജ്. ഞാൻ ഇപ്പോഴും ഞാൻ ഇവിടെ അച്ഛന് ക്രിട്ടിക്കലാണ്. അച്ഛൻ ക്രിട്ടിക്കലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ഏത് നിമിഷവും എന്ത് സംഭവിക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് അച്ഛന് ഇപ്പൊ നിങ്ങള് മകനും കുടുംബത്തിനും ഉണ്ടായി ഒരു വിഷമം കാരണം അച്ഛൻ ചെയ്തെന്ന് എങ്ങനെ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ ആത്മഹത്യക്കുറിപ്പ് നിങ്ങളെ കാണിച്ചല്ലേ, നിങ്ങൾ കണ്ടതല്ലേ? ആ ആത്മഹത്യക്കുറിപ്പിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പുറത്തു വിടാൻ പറ്റൂല്ലല്ലോ? തീർച്ചയായിട്ടും പറ്റും. എനിക്കെന്താ പറ്റും, ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഒരു കാര്യം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ? ഈ ഹോം നേഴ്സ് എന്ന് പറയുന്നത് അതിൽ ആരോപണങ്ങൾ വരുന്നുണ്ട്, നിങ്ങൾ റിസോർട്ടിൽ പോയി എന്നൊക്കെ പറയണ്ട. ഒരിക്കലും ഇല്ല. ഹോം നേഴ്സിനെ നിർത്തിയായിരുന്നോ? ഹോം നേഴ്സിനെ നിർത്തിയില്ല, സുഹൃത്തിന്റെ ഭാര്യയാണ് അങ്ങനെ ഹോം നേഴ്സ് ആവുന്നേ. എന്റെ വൈഫിനെ ഹോം നേഴ്സിനെ നിർത്തി. വൈഫിനെ ഹോം നേഴ്സിനെ നിർത്തി. അത് അവരെ വേണം വിളിച്ചു. സുഹൃത്തിന്റെ അത് എന്റെ കൈയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോയമ്പത്തൂർ പോയപ്പോ ഞാൻ അത് സത്യമായിട്ട് പറയൂ. ഞാനേ ഒളിച്ചു വെച്ച് കൊണ്ടുപോകുന്നതാണ്. ഞാൻ ലൈവിൽ വന്ന് പറയേണ്ട കാര്യമില്ല. അതിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ അവിടെ വെച്ച് എന്റെ കൂടെ വരാൻ ആളില്ല. ഞാൻ പറഞ്ഞില്ല, എന്റെ അച്ഛന് തിമിരത്തിന്റെ അസുഖം. നിങ്ങൾ നേരത്തെ പറഞ്ഞു കാർ എടുത്ത് പോയപ്പോ രണ്ടുപേരും കൂടെ വന്നായിരുന്നു. അതുകൊണ്ട് അവരുണ്ട്, ഡ്രൈവർമാരുണ്ട്. പിന്നെ കൂടെ വരാൻ ആളില്ലെന്ന് പറഞ്ഞു. അല്ല, അവർ ഡ്രൈവർമാർ അവിടെ ഇട്ടിട്ട് തിരിച്ചു പോരും. ഡ്രൈവർമാർ രണ്ടുപേരാണോ? ആ, രണ്ടുപേരും മാറിയും തിരിഞ്ഞു ഓടിക്കാൻ രണ്ടുപേര് വരും. അവരവിടെ കൊണ്ടാക്കിയിട്ട് നമ്മളെ അവിടെ റൂമും എല്ലാം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിനകത്ത് റൂം എടുത്തു കഴിഞ്ഞിട്ട് അവര് തിരിച്ചു പോരും. അവിടെ ഈ സ്ത്രീയാണ് പറഞ്ഞത്. അത് എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല, അവരുടെ അനുവാദം. ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ പേരിലാണ് അവര് ഒളിച്ചു പറഞ്ഞതല്ല. അതിനകത്ത് അവരുടെ ഉമ്മയുണ്ട്, അവരുടെ പിന്നെ ചേട്ടത്തിയുണ്ട്, അവരുടെ ഹസ്ബൻഡ്. നേരത്തെ ഇത് പറഞ്ഞപ്പോ അവിടെ കാറിനകത്ത് കൊണ്ടാക്കി 2 സുഹൃത്തുക്കള് നിങ്ങൾ പോകുന്നു, റൂം എടുക്കുന്നു. അത് പിന്നെ ചെക്കപ്പിനാ. അത്
ഞാൻ അഡ്മിറ്റ് ആയപ്പോ മാത്രമാണ് അവര് വന്നു നിന്നത്, പിന്നെ വന്നിട്ടില്ല. അവർ വന്ന് നിന്നു. അല്ല, നിങ്ങളുടെ ഇവിടുന്ന് വേറെ ഒരു ബന്ധുക്കളും ഇല്ലായിരുന്നു? ഇപ്പൊ തന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോ ബന്ധുക്കളൊക്കെ വരുന്നുണ്ട്, ആരും വന്ന് നിന്നില്ല. അങ്ങനല്ല ഏതോ ഒരു സുഹൃത്തിന്റെ ഭാര്യ മാത്രമേ വന്നുള്ളൂ. അങ്ങനല്ല, ഇതിനകത്ത് അവിഹിതം കാണരുത്. ഞാൻ കാണുമല്ലോ, എനിക്ക് ആ രീതി ചോദിച്ചാലേ നിങ്ങൾ ഉത്തരം കിട്ടും. തീർച്ചയായിട്ടും നമ്മളൊരു പെണ്ണും ആണുമായിട്ട് സംസാരിക്കുമ്പോ ഇവർക്ക് അവിഹിതം അവര് പറയുന്നത്, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഈ പറയുന്നത് പോലെ ഭാര്യ വേറൊരാളുമായിട്ട് ചാറ്റ് ചെയ്ത് പറഞ്ഞപ്പോ അവിടെ നിങ്ങൾ കാണാൻ ശ്രമിച്ചതല്ലേ? സൗഹൃദമായിട്ട് അങ്ങനല്ല, കുളിസീന്റെ ഒരു ഇത് കണ്ടപ്പോഴാണ് ഞാൻ എനിക്കത് ഇതായത്. അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് മറ്റുള്ള രീതിയിലും ഈ കുളിസീന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുന്ന നമ്മൾ വ്യത്യാസം. ആലപ്പുഴ റിസോർട്ടിൽ പോയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. എവിടെങ്കിലും ഒക്കെ വേറെ ഏതെങ്കിലും സ്ത്രീകളോട്ട് കറങ്ങാൻ പോയിട്ടുണ്ടോ? ഇല്ലില്ല. ഏതെങ്കിലും തെളിവായിട്ട് ആരെങ്കിലും വന്നാ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആലപ്പുഴ പോയ എവിടെ എനിക്ക് പോയിട്ടില്ല. ഞാൻ ആലപ്പുഴ പോയിട്ടില്ല. പറയാൻ പറ്റുമോ? ഉറപ്പിച്ച് പറയാൻ പറ്റും. തെളിവായിട്ട് ഈ കൊച്ചിനുമായിട്ട് ചെക്കപ്പിന് പോയിട്ടുണ്ട് പ്രാവശ്യം. ഹോസ്പിറ്റലിൽ കിടക്കാനും ചെക്കപ്പിനും പോയിട്ടുണ്ട്. അത് പിന്നെ അവര് വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ അന്ന് കൂടെ കിടന്ന ഈ പെൺകുട്ടിയായിരുന്നു. എവിടെ വേണമെങ്കിൽ ഞങ്ങള് വന്ന വഴിക്ക് ഞങ്ങള് ചായ കുടിക്കാനൊക്കെ അവിടെ കയറി. സുഹൃത്തിന്റെ ഭാര്യ തന്നെയാണ്. ചോദിച്ചിട്ടെ, നമ്മുടെ അടുത്തുള്ള ആളാണോ? അവര് കൊല്ലം സ്വദേശിയാണ്. കൊല്ലം സ്വദേശി. എനിക്ക് അവരുടെ സുഹൃത്ത് നിങ്ങളുടെ സുഹൃത്താണോ? അതായത് ഈ പെൺകുട്ടിയാണോ സുഹൃത്ത്? അദ്ദേഹമാണ് സുഹൃത്ത്. അപ്പൊ അദ്ദേഹത്തിന്റെ കണക്ഷനും ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സ്വന്തം ഭാര്യ ഈ പറയുന്നത് പോലെ സ്വന്തം സുഹൃത്തിന്റെ കൂടെ പോയി ഒരു ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഉമ്മ, ബാപ്പ, മക്കള് എല്ലാരും അറിഞ്ഞ്, ചേട്ടത്തി എല്ലാരും അറിഞ്ഞിട്ടാണ് നമ്മളെ എടുത്ത് വിട്ടത്. അല്ലാതെ നമ്മൾ ഒളിച്ചും പാത്തുമല്ല പോയെ. ഞാൻ അന്നില്ല. അതായത് ഒരു ആൾക്ക് കൈ വയ്യാതെ ഇങ്ങനെ കിടക്കുമ്പോ കൂടെ വന്ന് നിൽക്കാനും മാത്രമുള്ള ബന്ധം ആ സുഹൃത്തുമായിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കൾ ഇപ്പൊ ഉണ്ട്, നാട്ടിലുണ്ട്. അയാൾ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അയാൾ ഇപ്പൊ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. വരും. തീർച്ചയായിട്ടും മാത്രമേ ഇവര് വന്ന് കൂടെ നിന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് ഞങ്ങൾ കാരണത്താ പോകുന്ന എല്ലാവരും. നേരത്തെ രണ്ടുപേര് മാത്രം, സഹോദരങ്ങൾ മാത്രം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞപ്പോ സ്ത്രീയുടെ പേര് പറഞ്ഞില്ല, ഞാൻ ചോദിച്ചത്. സ്ത്രീയുടെ പേര് പറയാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞില്ലയോ. പേരല്ല, സ്ത്രീയുടെ കാര്യം പറഞ്ഞില്ല. രണ്ടുപേര് ഡ്രൈവർ എന്ന് മാത്രം. ഡ്രൈവറും ഇവര് അവര് മൊത്തത്തിൽ 2 വട്ടം വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. മൊത്തത്തിൽ സർജറി കഴിഞ്ഞപ്പോഴും അല്ലാതെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ അത് പറയാം. നമുക്ക് കള്ളം ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. ഞാനൊരു ചേട്ടാ തുറന്നു പറഞ്ഞു, മനുഷ്യരാണ്, തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തോന്നിപ്പോണ്ട് നമുക്ക് പറയുന്നതിന് ഒരു മിസ്റ്റേക്കും ഇല്ല. ഇവിടെ ഒരിക്കലും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു വേദിയാണ്. എനിക്ക് എന്തൊരു പെങ്ങള് മഞ്ജു, ഇവര് ഇതിനകത്ത് വലിച്ചടിച്ചു. ഈ പേരിനകത്ത് വലിച്ചടിച്ചു. ഞാൻ പറഞ്ഞേ, ഒരു വ്ളോഗറും പറഞ്ഞിട്ടുണ്ട്, അച്ഛന്റെ അനിയന്റെ മോളും അച്ചമ്പിന്ന്. അച്ഛന്റെ അനിയന്റെ മോളും അച്ചമ്പി അല്ല, സ്വന്തം പെങ്ങളാണ്. അതുപോലെ ഇവര് വലിച്ചടിച്ചാണ്. ഈ പറയുന്ന ഈ സ്ത്രീയും ഇതേപോലെ തന്നെയായിരുന്നു. എന്റെ കൂടെ ഇവിടെ വന്നു. ഞങ്ങളാണെങ്കിൽ ഇവിടെ ആൾക്കാർ കണ്ടിട്ടാണ് പോകുന്നത്. ചേട്ടന്റെ കൂടെ ഈ സുഹൃത്തിന്റെ ഭാര്യ വരുമ്പോ ആ പറയുന്ന സുഹൃത്ത് ഗൾഫിലാണോ? ആണ് ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയാണോ ഈ സ്ത്രീ വരുന്നത്? തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും അവരുടെ ഉമ്മയും അവരുടെ ചേട്ടത്തിയും അവരുടെ ചേട്ടത്തിയുടെ ഭർത്താവും മക്കളും. എന്തോരം പ്രായമുള്ള സ്ത്രീ ആയിരുന്നു? അവർക്ക് ഒരു 35 കുട്ടികളുണ്ടോ? പിന്നെ +1 പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്, അല്ലാതെ ഒരു 10 പഠിക്കുന്ന ഒരു കൊച്ചു. ഈ 2 കുട്ടികളെ ഇട്ടിട്ടാണ് ഇവര് നിങ്ങളെ അവരുടെ ചേട്ടത്തി ഉണ്ട്, വീട്ടിൽ ഉമ്മയുണ്ട്. അവർ ഇത്രയും പേരുണ്ട്. അവരുടെ സപ്പോർട്ട് കൂടി കുടുംബത്തിലൊക്കെ ഒത്തിരി ആളുകൾ ഉണ്ടായിട്ട് ഈ ഇല്ലില്ല. നമ്മുടെ സുഹൃത്തുക്കളിൽ വന്ന് നിൽക്കാൻ ആരുമില്ല. എല്ലാരും ഗൾഫിലാണ്. ചെറുപ്പക്കാരെല്ലാം ഗൾഫിലാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്റ്റേജ് കണ്ടെത്തിയത്. ലൈവിൽ പോയിട്ട് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീട്ടിൽ നിൽക്കുന്ന എന്റെ അനിയച്ചാർക്ക് പറ്റത്തില്ലായിരുന്നു. എന്റെ ചേട്ടന് മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ നഷ്ടങ്ങൾ സംഭവിക്കും. എന്റെ ചേട്ടൻ വർഷാപ്പിട്ട് പോവുകയാണ്. ഇപ്പൊ ഒരു അച്ഛന്റെ ഒരു പെങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, സഹോദരി ഒന്നും വന്നു നിന്നില്ല. സഹോദരിക്ക് വരാൻ പറ്റത്തില്ല. സഹോദരിക്ക് ഭർത്താവ് മരിച്ചതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് നിൽക്കുമ്പോ വരാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് ഞാൻ അതിനകത്ത് ചെയ്യുക? അതും പോയിട്ട് പിന്നെ സഹോദരിയുടെ വേറൊരു കാര്യം കൊണ്ടുണ്ട്. അവരുടെ ആലോചനയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു. കല്യാണം. ഭർത്താവ് മരിച്ചു നിൽക്കുമോ? ഇപ്പൊ 2ാമത് കല്യാണത്തിന്റെ ഇതുണ്ട്. ഈ 2 ദിവസം കൊണ്ട് കഴിഞ്ഞ കല്യാണോ? 12 ഈ വരുന്ന 12-ാം തീയതി കല്യാണമാണ് അവരുടെ. കാര്യങ്ങളൊക്കെ ഇപ്പൊ ജനങ്ങൾ ചോദിച്ച കുറെ ചോദ്യങ്ങളാണ് ഞാനിവിടെ ചോദിച്ചത്. എന്റെ ചോദ്യങ്ങളല്ല, ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ അതേ രീതിയിൽ ടോളിൽ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ഉത്തരങ്ങൾ അദ്ദേഹം പറയേണ്ടത് പറഞ്ഞു. തീർച്ചയായിട്ടും സത്യം ചെയ്യിക്കട്ടെ. അത് തന്നെ ഞാൻ ഇപ്പം പറഞ്ഞ സത്യം ചെയ്യിക്കണം. കാരണം ഈ പറയുന്ന അവിഹിതം എന്ന് പറഞ്ഞാൽ അവര് ഫാമിലി ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ അതല്ല, അവർക്ക് പറയാനുള്ള എന്റെ അടുത്ത് വന്നാൽ നമുക്ക് അതും അല്ല, അവരിപ്പോ വരും. ഞാനൊന്ന് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വിളിച്ചു പോയിക്കോട്ടെ. ഇത് നമ്മളോട് സംസാരിച്ചത് JP ആണ്, ജയപ്രകാശ്, ഈ ഒരു വിഷയത്തിൽ ആരോപണ വിധേയനായ വ്യക്തി. അപ്പോൾ ഇനി നമ്മൾ അതിൽ തന്നെ പറയുന്ന, അതായത് JPയുടെ കൂടെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ കൂടെ അന്ന് ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുന്നു. ആ സുഹൃത്തും ഭാര്യയും ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ഒന്നും, മുഖമൊന്നും വെളിപ്പെടുത്താൻ നമുക്ക് പറ്റത്തില്ല, അവരുടെ പേരൊന്നും വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അവർ പക്ഷേ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ബൈറ്റ് കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതുകൂടെ കാണാം. അതിനുശേഷം ഈ പറയുന്ന അനുവിൻ്റെയും JPയുടെയും മകൻ, ആ കുഞ്ഞിനോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാൻ, നമുക്ക് അതിലേക്ക് പോവാം. ജയപ്രകാശിന്റെ സുഹൃത്താണ് അല്ലേ? അപ്പൊ ജയപ്രകാശ് പറയുണ്ടായി, അതായത് സുഹൃത്തിന്റെ ഭാര്യ അന്ന് കൂട്ടുപോയി എന്ന് പറയുണ്ടായി.
അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അന്ന് പോയ സമയത്ത് എത്ര തവണ പോയി ഹോസ്പിറ്റലിൽ കൂട്ട്? ഞങ്ങൾ മൊത്തം 3 പ്രാവശ്യം 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ആരുണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ? കാറിലാണ് പോയത്? ആരുണ്ടായിരുന്നു കൂടെ? ഡ്രൈവർ ഉണ്ടായിരുന്നു, അൻസാരി എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു. പിന്നെ അവന്റെ കൂടെ വേറെ പയ്യനുണ്ടായിരുന്നു. എന്നിട്ട് തിരിഞ്ഞാണ് അവർ വണ്ടി ഓടിച്ചോണ്ട്. ഓക്കെ, ഇങ്ങനെ ഭാര്യ കൂടെ വിടാനായിട്ട് എന്ത് പുള്ളിയുടെ ആ ഒരു അവസ്ഥ കണ്ടോണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തായിരുന്നു. വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇയാളങ്ങ് പറഞ്ഞ് അനുവിനെ നോക്കാനും 3-4 പേര് വേണം, എന്നെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞപ്പോ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം തോന്നി. അപ്പോഴും ഞാൻ JP വിളിച്ച് ഞാൻ ഇതണക്കെ പറഞ്ഞ്, അതിനെന്താ JP പേടിക്കണ്ട, എന്റെ വൈഫുണ്ട്, എന്റെ വൈഫ് കൂടെ വരും എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം പോയപ്പോ ഈ പോകുന്ന സമയത്തെല്ലാം ഞാൻ വീഡിയോ കോളുണ്ട്, ഞാൻ എപ്പോഴും എന്റെ വൈഫിനെ വിളിച്ചോണ്ടേ ഇരിക്കും. വിളിക്കുമ്പോഴത്തേക്ക് അവര് ഇതിനകത്ത് കാണുന്നില്ല, ഈ ഹോസ്പിറ്റലിൽ പോയതല്ല വിഷയം, ഇപ്പൊ അവരെ വീട്ടിൽ വന്നപ്പോ കിടന്നെന്നോ ഇരുന്നെന്നോ. ചോദ്യത്തിലേക്ക് വരും. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു റൂമിലാണ് താമസിച്ചത്? ഹോസ്പിറ്റലിലെ റൂമല്ലേ? ഹോസ്പിറ്റൽ റൂമിൽ താമസിച്ചു. പിന്നെ അന്ന് എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ മൊത്തം 10 ദിവസം. 11ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി വന്നപ്പോ രാത്രി 1 മണിയോടടുത്ത്. അപ്പൊ വീട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവിടുത്തെ അമ്മ, JPയുടെ അമ്മ താഴെ പാവരിച്ചു തന്നു. ഞാൻ അവിടെ കഥവ് തന്നെ തുറന്നു കിടപ്പുണ്ട് ഡോറ്. ഞാൻ താഴെ കിടന്നു. ഞാൻ ഉറങ്ങുന്ന സമയത്തോ മറ്റോ തോന്നുന്നു. അപ്പൊ JPയുടെ അമ്മ പിറ്റേന്നോട് മോളെ വന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പായിരുന്നു. എടുത്തോട്ടെ, അപ്പൊ നിങ്ങൾ ആ ഫോട്ടോ കാണുമ്പോൾ നോക്കണം അതിനകത്ത് അവിഹിതം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. മനസ്സിലായോ? അപ്പൊ ആ ഫോട്ടോ അവരുടെ കാണിക്കാൻ പറ. കാണിക്കുമ്പോ അറിയാലോ അതിനകത്ത് അവിഹിതമാണോ. അപ്പൊ ഈ ഭാര്യയെ സുഹൃത്തിന്റെ കൂടെ അത്രത്തോളം നിങ്ങൾ തമ്മിൽ ആത്മബന്ധം ഉണ്ടായിരുന്നു? ഞങ്ങൾ അതല്ല ഒരു വ്യക്തി അതിനകത്ത് അങ്ങനല്ലല്ലോ. ഞങ്ങൾ ഫേസ്ബുക്കിൽ കണക്കുള്ള ഇത് കുറച്ചു നാളത്തെ പരിചയമുള്ള അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് കഴിഞ്ഞ് 3-4 വീഡിയോ ഞാൻ കണ്ട്. ആ ഒരു വീഡിയോ ഒരു ഭാര്യ അല്ല ഒരു അപ്പൊ അത് പിന്നെന്ത് അതിനെന്ത് വിശ്വസിച്ചാല് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഏത് കാര്യം പറഞ്ഞുതരാം, അതിനകത്തൊരു കാര്യം പറഞ്ഞുതരാം. ഇദ്ദേഹം എങ്ങനെയാണ് ഭാര്യയെ സ്നേഹിക്കുന്നത്, ആ ഭാര്യയെ കൊണ്ടുള്ള സ്നേഹത്തിന്റെ അതും അദ്ദേഹം ആ കാണുന്ന ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ആ ഭാര്യയുടെ അമ്മ തന്നെ ആരോപണം പറയുകയാണ്, അത് തന്നെ കള്ളമാണെന്നാ പറയുന്നത്. അത് കള്ളമാണ്, അവര് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ അവര് അവിടെ പോയി അന്വേഷിക്കുക, ഞങ്ങളുടെ നാട്ടിൽ വന്ന് അന്വേഷിക്കുക. അപ്പൊ ഞങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണ്? അപ്പൊ നമുക്ക് നമ്മൾ നീറ്റായിട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് നമുക്ക് നിങ്ങൾ തമ്മിൽ നേരിട്ട് ഇതിനു മുമ്പ് പരിചയമില്ല. ഇല്ല, നേരിട്ട് ഒരിക്കൽ പോലും കാണാത്ത ഒരാളുടെ കൂടെയാണ് ഭാര്യ വിടുന്നത്. കാരണം നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ആളെ നമുക്ക് വിശ്വാസമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ നല്ല മനസ്സ്, അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഡീസന്റ് പെരുമാറ്റമായിരുന്നു. ഒരു പെങ്ങളടുത്ത് എങ്ങനെ പെരുമാറുന്നത് അതേപോലെ. അപ്പൊ ചോദിച്ചില്ലേ, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ വേറെ സ്ത്രീകൾ ആരും ഇതുപോലെ ഹെൽപ്പിനൊന്നും വന്നില്ലെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ആരും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, നമുക്ക് സഹായിക്കുന്നതിന് എന്താ കുഴപ്പം? പിന്നെ അനു എവിടെ ആയിരുന്നപ്പോ? അനു വന്ന് മെഡിസിറ്റി കിടക്കുവായിരുന്നു. അപ്പൊ JPയുടെ അമ്മ, പിന്നെ അവരുടെ അമ്മ, അവരുടെ വല്യമ്മച്ചി ഇവിടെ അങ്ങാണ്ടായിരുന്നു ആ സ്ത്രീ. അവരമ്മയും JPയുടെ അമ്മയും ഹോസ്പിറ്റലിലാണ്. അപ്പൊ അവര് 2 പേരും 3 പേരും പോകുന്ന സമയത്ത് ഈ JP വല്യമ്മച്ചി ആരാണ്? വല്യമ്മച്ചി ഇവിടെ ഉള്ള സ്ത്രീ അവര് വരുന്നെന്ന് പറഞ്ഞ, പക്ഷെ അവർക്ക് സുഖം ആണ്ടില്ലെന്ന് പറഞ്ഞു ഇല്ലേ? അപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി JP വിഷമിക്കണ്ട, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. നമ്മളെ ഒരു പെങ്ങളെങ്ങനെ ഒരു പെണ്ണുങ്ങളെ അടുത്ത് എങ്ങനെ കൊണ്ടുവന്ന ഒരു പെങ്ങളെ എങ്ങനെ കൊണ്ടുവന്നു അതേ കണക്കാൻ നമ്മളെ കൊണ്ടുപോയിട്ട്. സഹോദരനുണ്ടോ? എനിക്ക് സഹോദരന്മാരില്ല. എനിക്ക് എന്റെ വാപ്പാടെ ചേട്ടന്റെ മക്കളുണ്ട്. അപ്പൊ അവരും എന്റെ സഹോദരങ്ങളല്ലേ. അപ്പൊ നമ്മളെ ഒരാണെടുത്ത് മിണ്ടിയെന്ന് ഉടനെ അവിഹിതം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ പറയുന്നവരിപ്പോ എന്താ പറയുക? നിങ്ങൾക്ക് എന്താ പറയുക? ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. കാര്യം ദൈവത്തിനാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ ദൈവത്തിനെ ജനങ്ങൾ നമുക്ക് വിശ്വസിപ്പിക്കേണ്ട കാര്യമല്ല. എനിക്ക് അവളെ അറിയാം, അവക്ക് എന്നെ അറിയാം. അതിനു വേണ്ടിയിട്ടാണ് ഓടി ഇവിടെ വന്നത്. ഇങ്ങനെ ഒരു കാര്യം അതിനു വേണ്ടി വന്ന സത്യം തെളിയണമല്ലോ. ചുമ്മാ ഒരു വീഡിയോ എടുക്കുമ്പം 2 വ്യക്തിയുടെ ഇതും അറിഞ്ഞുകൊണ്ട് വേണം എടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ഹോസ്പിറ്റലിൽ അല്ല അതിനുശേഷം ഇതൊക്കെ ഭേദപ്പെട്ടതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടെങ്കിലും പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നും പോയിട്ടില്ല. അങ്ങനൊന്നും പോയിട്ടില്ല. ചേട്ടനുമായിട്ട് ഒരുമിച്ച് ഇവിടെ വരികയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇല്ല, കേറാൻ പറ്റത്തില്ലല്ലോ. ഈ സ്ത്രീയുടെ ചീത്തവിളിയും ബഹളവും അതില്ല. ഇവിടെ ആരും കേട്ടത്തില്ല. വരുന്നവരല്ല, അതായത് നോക്കാൻ വന്ന ഹോം നേഴ്സുമായിട്ട് അവിഹിതം, സ്വന്തം പെങ്ങളുമായിട്ട് അവിഹിതം, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന കൊച്ചുമായിട്ട് വെക്കുന്നത് അത് വന്നരേ ഓടിക്കളഞ്ഞു. പിന്നെ ഞാനുമായിട്ട് അവിഹിതം. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരും. പക്ഷെ നമ്മൾ അങ്ങനെ പോകാത്തോണ്ട് എന്തെന്നൊക്കെ പറഞ്ഞാലും എന്റെ ഭർത്താവ് എന്റെ കൂടെ വിശ്വാസമുണ്ടോ അത് മതി. എന്റെ മക്കള്, എന്റെ ഉമ്മിച്ചി, എന്റെ വാപ്പിച്ചി, എന്റെ മക്കളുണ്ടല്ലോ ഒരുമിച്ചുണ്ട്. ഞങ്ങളെ കുടുംബക്കാരെല്ലാം ഉണ്ട് സപ്പോർട്ട്. പിന്നെ ഞങ്ങൾ എന്തിനാ പേടിക്കണം? നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. സത്യം ചെയ്യിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഈ അമ്മയുടെ കൂടെ നിൽക്കുന്നത് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഇഷ്ടം അല്ലേ? മക്കളെ അച്ഛനും അമ്മയും ഒരുമിക്കും കേട്ടോ. ഇവരൊക്കെ വഴക്കുകളെല്ലാം മാറി ഒന്നിക്കും. അപ്പം അമ്മയും അച്ഛനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കട്ടെ കേട്ടോ. അവരുടെ വഴക്കൊക്കെ നമുക്ക് വേണ്ടല്ലോ. വഴക്കൊന്നും വേണ്ട. അച്ഛനും അമ്മയും ഒരുമിച്ച് കഴിയുന്നില്ലേ വേണ്ടേ? ഓക്കെ.
കേട്ടോ. അപ്പൊ നമ്മൾ ജയപ്രകാശിന്റെ ഭാഗം കേട്ടത്, ആ കുഞ്ഞുവരെ പറയുന്നത് അച്ഛനും അമ്മയും ഒരുമിച്ച് കഴിയണമെന്നാണ്. അവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരുടെ ഇടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറി ഈ സത്യം ജയിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. താൽക്കാലികമായി വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമ്മൾ എന്ത് ഇഷ്യൂ ഉണ്ടായാലും മാതാപിതാക്കൾക്കിടയിലൊക്കെ ഉള്ള ഇഷ്യൂ കുഞ്ഞുങ്ങളിലേക്ക് വരുമ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ അവരുടെ അച്ഛനും അമ്മയാണ്. ഒരിക്കലും മക്കൾക്ക് കഴിയുന്ന പരമാവധി അച്ഛനെയും അമ്മയും നഷ്ടപ്പെടാതെ ഒരുമിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ഒന്നിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ക്യാമറമാൻ ജിത്തു ലക്ഷ്മിക്കൊപ്പം ഇറ്റ്സ് മീ അൽത്വാഫ് സൈനിങ് ഔട്ട്.